2 ദിവസം മുമ്പായിരുന്നു ഡോക്ടർ റോബിൻ്റെയും ആരതിപ്പൊടിയുടെയും വിവാഹം നടന്നിരുന്നത്. വലിയ ലാവിഷായിട്ടായിരുന്നു ആ ഒരു വിവാഹം നടന്നിട്ടുള്ളത്. പക്ഷേ എന്നിരുന്നാൽ പോലും ബിഗ് ബോസിൽ പങ്കെടുത്ത ആരും തന്നെ ആ ഒരു കല്യാണത്തിൽ പങ്കെടുത്തിട്ടില്ലായിരുന്നു. അത് വലിയ രീതിയിൽ ചർച്ചയാവുന്നുമുണ്ടായിരുന്നു. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് പുതിയൊരു വിവാദം വന്നിരിക്കുകയാണ്. ആ ഒരു വിവാഹത്തിൽ പങ്കെടുത്ത നടനായിട്ടുള്ള വി കെ ശ്രീരാമൻ അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം, അവിടുത്തെ എക്സ്പീരിയൻസിനെ കുറിച്ച് തൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് ഇടുകയുണ്ടായിരുന്നു. ആ ഒരു പോസ്റ്റിൽ ഇങ്ങനെ പറയുകയുണ്ടായിരുന്നു, എൻ്റെ തീയതിയുടെ കസിൻ്റെ മകളാണ് ആരതിപ്പൊടി എന്ന് പറഞ്ഞാണ് ആ ഒരു പോസ്റ്റ് ഇട്ടിരുന്നത്. സോ ആ ഒരു പോസ്റ്റ് കണ്ടതിന് ശേഷം ഭയങ്കരമായിട്ട് ഈ ഒരു വി കെ ശ്രീരാമൻ എന്ന് പറഞ്ഞ ഈ ഒരു നടൻ ആരതിപ്പൊടിയെ ജാതി പറഞ്ഞു വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള അധിക്ഷേപമൊക്കെ ഈ ഒരു വ്യക്തിക്കെതിരെ ഭയങ്കരമായിട്ട് വരുന്നുണ്ടായിരുന്നു. കമൻറ്റ് ബോക്സ് മൊത്തം നെഗറ്റീവാണ് ഇദ്ദേഹത്തിനെതിരെ. അത് ഇങ്ങനെ ജാതിയൊക്കെ പറഞ്ഞ് എന്തിനാണ് നിങ്ങൾ ആൾക്കാരെ വിളിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇടേണ്ട പോസ്റ്റ് ഇടേണ്ട കാര്യങ്ങളുണ്ടോ, നിങ്ങളെന്താണ് ജാതിയുടെ ഭയങ്കരമായിട്ട് മെൻഷൻ ചെയ്യുന്നത്, ഏത് തലമുറയിലാണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന് ഓർമ്മയുണ്ടോ, അതിനനുസരിച്ച് സംസാരിക്കാൻ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ അധികം നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ ഇതിനെക്കുറിച്ച് എനിക്ക് പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണെന്ന് ചിലവർക്കേ മനസ്സിലായി കാണും. ചിലവർ പറയുന്നുണ്ട് അത് അങ്ങനെയല്ല, ജാതിയായിട്ട് വിളിച്ചതല്ല, അത് അങ്ങനെയൊക്കെയാണ് ആ ഒരു സ്ഥലങ്ങളിൽ വിളിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കുറേയധികം പേര് സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ടുള്ള കാര്യം, അദ്ദേഹം ഈ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം ഈ ഒരു വിവാദം വന്നതിന് ശേഷമൊക്കെ അദ്ദേഹം മറുപടിയായിട്ടോ ഒന്നും തന്നെ വന്നിട്ടില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും അങ്ങനെ അദ്ദേഹം ഉദ്ദേശിച്ചാണ്, ആ ഒരു ജാതീയമായിട്ട് ഉദ്ദേശിച്ചാണ് അദ്ദേഹം പറഞ്ഞതെന്നുണ്ടെങ്കിൽ അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളൊരു കാര്യം അദ്ദേഹം റിപ്ലൈ തന്നാൽ മാത്രമേ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഏത് രീതിയിലാണ് പുള്ളി ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞതെന്നൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. ഇനി അദ്ദേഹം റിപ്ലൈ തരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അങ്ങനെ ആകുമ്പോഴത്തേനും നമുക്ക് മാത്രമേ ക്ലിയറായിട്ട് എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് പറയാൻ പറ്റത്തുള്ളൂ.